ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഒരുക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എമ്പുരാൻ ടെലിവിഷൻ പ്രീമിയറിനായിട്ടൊരുങ്ങുന്നു. സിനിമയുടെ ആദ്യ ടിവി പ്രൊമോ ഏഷ്യാനെറ്റ് ചാനലിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. മലയാളത്തിന്റെ ആദ്യത്തെ 265 കോടി കളക്ഷൻ കണ്ട എമ്പുരാൻ എന്ന സിനിമ ഈ വരുന്ന ഓഗസ്റ്റ് മാസം ഓണത്തിന് മുന്നേ തന്നെ സംപ്രേഷണം ചെയ്യുന്നതാണ്. കാത്തിരിക്കാം സിനിമയുടെ ടെലിവിഷൻ പ്രീമിയറിനായിട്ട്, ഒപ്പം TRP അപ്ഡേറ്റിനായിട്ട്. ഫഹദിന്റെ വരാനിരിക്കുന്ന സിനിമകളിൽ ഒന്നാണല്ലോ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് E4 എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന കഴിഞ്ഞ വർഷം പ്രഖ്യാപിക്കപ്പെട്ട സിനിമ. ഈ സിനിമയുടെ ഷൂട്ട് അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ ഈ വർഷം ഡിസംബറിൽ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കും. അതായത് ദൃശ്യം 3യുടെ ഷൂട്ടിന് ശേഷം ജിത്തു സംവിധാനം ചെയ്യുക ഈ ഫഹദ് സിനിമയായിരിക്കും. കളങ്കാവലിന് ശേഷമുള്ള ജിതിൻ കെ ജോസിന്റെ അടുത്ത സിനിമയ്ക്കായിട്ടുള്ള ചർച്ചകൾ ഇപ്പോഴത്തെ പൃഥ്വിരാജുമായി നടത്തിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. കളങ്കാവലിൻ്റെതുപോലെ ഒരു കിടിലൻ റോണറാണ് പൃഥ്വിരാജത്തുള്ള സിനിമയെന്നാണ് റിപ്പോർട്ട്. ചർച്ചകൾ നടക്കുന്നു. ഇനിയും കൺഫേം ആക്കപ്പെട്ടിട്ടില്ല പ്രോജക്റ്റ്. നേരത്തെ കളങ്കാവൽ സിനിമയിലെ വിനായകന്റെ റോളിൽ പൃഥ്വിരാജിനെ ആയിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത് എന്നുവരെ റൂമേഴ്സ് ഉണ്ടായതാണ്. കില്ലർ എന്ന സിനിമ SJ സൂര്യ സംവിധാനം ചെയ്ത് നായകനായി എത്തുന്ന, അതോടൊപ്പം തന്നെ ഗോകുല മൂവീസ് നിർമ്മിക്കുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക്, സെക്കൻഡ് ലുക്ക് പോസ്റ്ററുകളെല്ലാം തന്നെ റിലീസ് ആയിരിക്കുകയാണ്. പ്രീതി അസ്രാണിയാണ് സിനിമയിലെ നായിക. സമീപകാല ദിലീപ് സിനിമകളിൽ, അതല്ലെങ്കിൽ 2020 ശേഷമുള്ള ദിലീപ് സിനിമകളിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ പ്രിൻസ് ആൻഡ് ഫാമിലി. ലിസ്റ്റൻ സ്റ്റീഫൻ നിർമ്മിച്ച സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ ഇപ്പോൾ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 60-ലധികം ദിവസങ്ങൾ സിനിമ തിയേറ്ററുകളിൽ പിന്നിട്ടിരുന്നു. C5-ൽ വളരെ മികച്ച വാച്ചിങ് ടൈമെല്ലാം തന്നെ നേടിയെടുത്താണ് സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അഖണ്ഡ ബാലകൃഷ്ണ നായകനായി എത്തിയ സിനിമയാണല്ലോ. ബാലയ്യ സിനിമയുടെ രണ്ടാം ഭാഗമായ അഖണ്ഡ 2 എന്ന സിനിമയുടെ റിലീസ് ആദ്യം ഒക്ടോബറിലായിരുന്നു പ്രഖ്യാപിച്ചത്. എന്നാൽ ഒക്ടോബറിൽ നിന്നും ഡിസംബറിലേക്ക് സിനിമയുടെ റിലീസ് നീട്ടിയെന്നാണ് റിപ്പോർട്ട്. ഡിസംബർ 5-ന് നിലവിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന റിപ്പോർട്ടുകളുണ്ട്. ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടനെ പുറത്തു വന്നേക്കും. മോളിവുഡിൽ അടുത്ത വലിയ മൾട്ടി സ്റ്റാർ സിനിമ പേട്രിയറ്റിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ സിനിമയിൽ ഇനി മമ്മൂട്ടി ചേട്ടൻ എത്രത്തോളം ഷൂട്ടിംഗ് ഡേയ്സ് ഉണ്ട് എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അത് പ്രകാരം 50 ദിവസത്തെ ഷൂട്ട് ഇനി മമ്മൂട്ടിക്ക് മാത്രം സിനിമയിൽ ബാക്കിയുണ്ട്. ലാലേട്ടനോടൊപ്പം കോമ്പിനേഷൻ സീൻസ് എല്ലാം തന്നെ ഇനി ബാക്കി നിൽക്കുകയാണ്. മഹേഷ് നാരായണൻ സിനിമയിലേക്ക് ഇനി എപ്പോൾ മമ്മൂട്ടി ജോയിൻ ചെയ്യുമെന്ന് ഇനിയും കൺഫേം ആക്കപ്പെട്ടിട്ടില്ല. ഉടനെ ജോയിൻ ആകട്ടെ, സിനിമ പാക്കപ്പ് ആകട്ടെ എന്ന് ആശംസിക്കാം.